തെറ്റല്ലേ? പുളിയാ സെറ്റ്. പിന്നെ ഉമ്മ ഉണ്ടാക്കിയത് പോലായി. അടിപൊളി. പിന്നല്ല നാട്ടിലായിരുന്നപ്പോൾ ഉണ്ടല്ലോ, ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങളുടെ ഉമ്മയൊക്കെ നോമ്പ് പിടിക്കും. അപ്പോൾ അവർ നോമ്പ് പിടിച്ചിട്ട് വൈകിട്ട് നോമ്പ് കഞ്ഞി കൊണ്ടുവരും കേട്ടോ. ഞങ്ങൾക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നലെ വിളിച്ച് ഓരോന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും ഞാൻ പറഞ്ഞു, നിങ്ങളെ നോമ്പ് കഞ്ഞി ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മ പറഞ്ഞു, അതിനിപ്പോൾ എന്താ, ഞാൻ റെസിപ്പി പറഞ്ഞുതരാം, നീ ഉണ്ടാക്കി നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര ഫുഡ് ഒട്ടും ഇഷ്ടമില്ലാത്ത ആളായതുകൊണ്ടേ നോമ്പ് കഞ്ഞിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇന്ന് നോമ്പ് കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ശ്രമം ഒന്നാവാമല്ലോ, പാളിപ്പോവോ അല്ലാതെ ഉമ്മ വയ്ക്കുന്ന ടേസ്റ്റൊക്കെ കിട്ടുമെന്നൊന്നും അറിയത്തില്ല. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മളങ്ങനെ നമ്മുടെ പണിപ്പുരയിലോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ അരി എടുക്കണം. ഇവിടെ പച്ചരിയാണ് ഉമ്മ എൻ്റെ അടുത്ത് ചോദിച്ചത്. പച്ചരിയും കാര്യങ്ങളൊന്നും ഞങ്ങളുടെ ഇല്ലേ തൽക്കാലത്തേക്ക്. ചമ്പാവരി ഇരിപ്പുണ്ട്. അപ്പോൾ ആ ചമ്പാവരി നമുക്ക് എടുക്കാം. കുക്കർ എന്ത് കുക്കർ കുക്കറോടെ നമ്മുടെ ചോറ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് തൽക്കാലം ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് ഇവിടോട്ട് വയ്ക്കാം. എന്നിട്ട് ഇതിങ്ങനെ ഒഴിച്ച് ഇവിടോട്ട് വയ്ക്കാം. ജസ്റ്റ് ഒന്ന് കഴുകിയാൽ മതി, കാരണം ചോറ് വെച്ചതാണ് വലിയൊരു മുകളിലാണ്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 3/4 നാഴി അരി എടുക്കാം. ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിത് നന്നായിട്ട് കഴുകിയെടുക്കണം. മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പൈപ്പിലാണെന്നുണ്ടെങ്കിൽ ചൂട് വെള്ളം വരുന്നത് ഒടുക്കത്തെ തണുപ്പാണ് ഗൈസ്. ഇത് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ കഴുകിയെടുക്കാം. അരി നല്ല രീതിക്ക് കഴുകില്ല എന്നുണ്ടെങ്കിൽ ഒരു തൃപ്തി വരത്തില്ല. സോ നമുക്ക് അരി കഴുകാം. ഇതിൻ്റെ കൂടെ ഇനി വേറെ പരിപാടിയുണ്ട്. അത് കഴുകി വെച്ചിട്ട് അങ്ങോട്ട് പോവാം. പിന്നെ എന്താണ് ഗൈസ്, നിങ്ങൾക്ക് നോമ്പ് കഞ്ഞി കൊടുക്കും? നിങ്ങൾക്ക് നോമ്പ് കഞ്ഞി ഇഷ്ടമാണ് ഇതുപോലെ? ഞങ്ങൾക്ക് നോമ്പ് കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾക്ക് കൊച്ചിലെ മുതലേ ഞങ്ങൾക്ക് ഈ ഒരു സമയമാകുമ്പോഴേക്കും ഞങ്ങൾക്ക് ഉമ്മാരോടെ നിന്നൊക്കെ നോമ്പ് കഞ്ഞി കിട്ടും. ആക്ച്വലി 3 ഉമ്മമാരുണ്ടായിരുന്നു. അപ്പം അത് 3 നമുക്ക് മാറി നോമ്പ് കഞ്ഞി കിട്ടും. ഇപ്പം നമ്മുടെ ഒരു ഉമ്മ നമ്മുടെ അടുത്ത് വീട് മാറിപ്പോയി. അപ്പം ഒരു ഉമ്മയാണ് നമ്മുടെ അടുത്തുള്ളത്. അപ്പം ഇവിടെ പിന്നെ ആയതുകൊണ്ട് എന്തായാലും ഇവിടെ കിട്ടത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ അടുത്തായി നമുക്കിങ്ങനെ നോമ്പ് കഞ്ഞി കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്നു. നോമ്പ് കഞ്ഞി കഴിഞ്ഞ വർഷം ഞാൻ നാട്ടിലുണ്ടായിരുന്നല്ലോ, അണ്ണൻ ഇവിടെയായിരുന്നു. അപ്പം നോമ്പ് കഞ്ഞിയൊക്കെ കിട്ടുമായിരുന്നു. ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് എന്താണെന്ന് അറിയാമോ, ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി വേണം. നമുക്ക് വെളുത്തുള്ളി വേണം, ചുക്ക് വേണം. എടുത്ത സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാം. വെളുത്തുള്ളി, ഇത് ചുക്ക്. നമ്മുടെ വെളുത്തുള്ളി ഒരു 10 വേണം. കുഴപ്പമില്ല, നമ്മുടെ കയ്യിലുണ്ട് വെളുത്തുള്ളി. വെളുത്തുള്ളി വേണം. കുരുമുളക് എവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിയത്തില്ല. സംഭവം ടേസ്റ്റ് എന്താണെന്നറിയാമോ ഗൈസ്? നമുക്ക് കണ്ണൻ അറിയത്തില്ല. കണ്ണന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അമ്മയ്ക്കൊക്കെ ഇഷ്ടമാണ്. അപ്പം ഞാൻ കണ്ണൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല നോമ്പ് കഞ്ഞി ഉണ്ടാക്കുന്ന കാര്യം. നമുക്കതിന് സർപ്രൈസ് ആയിട്ട് കൊടുക്കാം. സർപ്രൈസ്. ഓക്കെ, ഇതെന്താണെന്നറിയാമോ ഗൈസ്? ഇത് ഞാൻ ഉണ്ടാക്കിയ സോയ ചങ്ക്സ് കറി. ഷെഫാണ് ഗൈസ്. വീട്ടിലൊക്കെ ഒരു വക ഉണ്ടാക്കൂലായിരുന്നു, ഒരൊറ്റ സാധനം ഉണ്ടാക്കൂലായിരുന്നു. വല്ലപ്പോഴും ഒരു തോരനോ പുളിശ്ശേരിയോ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഞാൻ ഇവിടെ വന്ന് ഷെഫായി.
വീട്ടിലൊക്കെ ആണെങ്കിൽ അമ്മ വല്ലപ്പോഴും ഒന്ന് രസവും എന്തെങ്കിലും പുളിശ്ശേരിയോ തോരനൊക്കെ ഉണ്ടാകുമ്പോൾ പറയുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ ഭ്രാന്തുള്ളത് എന്നും പറഞ്ഞിട്ട് ഭയങ്കര മടിയായിരുന്നു കേട്ടോ എനിക്ക് കുക്കിംഗ് വീട്ടിലൊക്കെ. പിന്നെ പ്രത്യേക സാഹചര്യങ്ങളിൽ ഉണ്ടാക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ അമ്മ ഉത്തരവിട്ടോ നമുക്ക് ഉണ്ടാക്കിയില്ലാന്നുണ്ടെങ്കിൽ മാധു അടിച്ച് കൊല്ലും. അതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കേണ്ടി വരും. പക്ഷേ എന്നിരുന്നാൽ പോലും വലിയ ഇഷ്ടമല്ല എനിക്ക് കുക്കിംഗ് ഒന്നാമത് വളരെ ഇഷ്ടമല്ല. പക്ഷെ ഇവിടെ വന്ന് ഇങ്ങനെ ഓരോന്ന് ചെയ്ത് സംഭവം സക്സസ് ആവുമെന്ന് പറയുമ്പോൾ ചെറുതായിട്ട് ഇപ്പം നമ്മളെ കൊണ്ടും പറ്റും അങ്ങനത്തെ ഒരു ഇതിൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കട്ടെ. പിന്നെ വേറെ ഒരു ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയാലേ പറ്റും, അല്ലാന്നുണ്ടെങ്കിൽ കഴിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ബാക്കി രുചിയായിട്ട് ഉണ്ടാക്കിയാലേ ബാക്കി രുചിയായിട്ട് കഴിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ഇത് വെച്ചിട്ട് നമ്മളിപ്പം പിന്നെ യൂട്യൂബൊക്കെ ഉള്ളതുകൊണ്ട് ജീവിച്ച് പോകുന്നു ഗൈസ്. അതാണ് നമ്മുടെ ഒരിത്. ഒടുക്കത്തെ തണുപ്പ്, ഇവിടെ തണുപ്പ് മാറുന്നുമില്ല, മനുഷ്യന് ദേഷ്യം വരുന്നു. നാട്ടിലൊക്കെ ആണെങ്കിൽ നല്ല ചൂടാണല്ലേ. പിന്നെ എനിക്ക് ചൂടൊട്ടും പറ്റത്തില്ല, തണുപ്പ് പിന്നെ ഞാൻ സഹിക്കും. ചൂട് സീനാണ് കഴിച്ചത്, അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. ഇവിടെ ഈ ഒരു സമയമൊക്കെ ആകുമ്പോൾ ഇപ്പം എപ്പോഴാണ് മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോഴേക്കും ചൂട് കുറയുമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് തണുപ്പ് മാറി ചൂടാവുമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ചൂടും വരുന്നില്ല, തണുപ്പും പോകുന്നില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഇതാണ് ഇവിടെ അവസ്ഥ. ഇനി നമ്മൾ വെളുത്തുള്ളിയൊക്കെ ഒരു 10 വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഉമ്മാരെ അളവ് തെറ്റിക്കത്തില്ല, എനിക്ക് ഉമ്മാടെ അതേ ടേസ്റ്റിൽ എനിക്ക് കിട്ടണം. അതാണ് നമ്മുടെ ലക്ഷ്യം, ഉമ്മാടെ ടേസ്റ്റിൽ കിട്ടണം. 3, 2, 4, 5 ഇനി ഒരു 10 വെളുത്തുള്ളിയും കൂടെ വേണം. ടേസ്റ്റ് നമ്മൾ ഇപ്പം ഇത് ഉണ്ടാക്കിയിട്ട് നാട്ടിൽ വിളിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ സുഖം ഉറക്കുമായിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയാവോ, നമ്മൾ ഉണ്ടാക്കി സെറ്റാക്കിയിട്ട് കൊള്ളാമെന്നൊക്കെ നോക്കി വീഡിയോ ഒക്കെ എടുത്ത് ഉമ്മാക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ ഉമ്മാക്കൊരു സംതൃപ്തി, നമുക്കും ഒരു സുഖം. കൊള്ളാമെന്ന് നോക്കട്ടെ. എനിക്കാണെങ്കിൽ കുത്തിയായിട്ട് വയ്യ നോമ്പ് കുഞ്ഞ് പിടിക്കാൻ. അപ്പോൾ നമ്മൾ ഇങ്ങനെ തൊലിച്ച് എടുക്കുക. കണ്ണൻ അറിയത്തില്ല ഗൈസ്, കണ്ണൻ മുകളിലാണ്. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ ബീൻസും ക്യാരറ്റൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ അവൻ്റെ അടുത്ത് ഇത്തിരി ബീൻസും ക്യാരറ്റും വാങ്ങിച്ചു തരാൻ വേണ്ടി കടയിൽ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് നീ? ഞാൻ പറഞ്ഞു സർപ്രൈസ്, നിനക്ക് എന്തായാലും നീ ഒട്ടും പ്രതീക്ഷിക്കാത്ത സാധനമാണ്, നിനക്ക് ഭയങ്കര ഇഷ്ടം ഉള്ള സാധനമാണ് എന്നൊക്കെ പറഞ്ഞു വിട്ടു. എന്നിട്ട് 5 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ ഇപ്പം 4:30 കേട്ടോ. അപ്പോൾ 5 മണിയൊക്കെ ആകുമ്പോഴേക്കും വിളിക്കാൻ പറഞ്ഞു, കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചു അവൻ ഇവിടെ ഇരുന്ന് അവന് മനസ്സിലാവും ഞാൻ എന്താണ് ഉണ്ടാക്കുന്നതെന്ന്. അതുകൊണ്ട് ക്യാരറ്റും ബീൻസും അല്ലേ, സവാളയില്ല, അത് വായി സവാള ഉണ്ടെങ്കിൽ ഞാൻ വിട്ടു, എനിക്ക് സവാള അരിയുന്ന ഇഷ്ടമില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ അരിയാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഇപ്പം എത്ര 1, 2, 3, 4, 5, 6, 7, 8 ഇനി ഒരു 2 കൂടെ നമുക്ക് വേണം. ഇത് പാടല്ലേ. ടാസ്ക്. ഇതൊക്കെ കൊട്ട ടാസ്ക്. ഇത്ര മതിയെന്ന് തോന്നുന്നു. വലിയ വെളുത്തുള്ളിയാണ്, നാട്ടിലെ പോലത്തെ അല്ല. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 മതി. ഇത്രയും 10 ഇത്രയും വലുതാണ്. നോക്കിയേ, ഇതുണ്ടോ? ആണോ? ഇത്രയും വലുതാണ്, അതുകൊണ്ട് അത്രയും മതി. ഇനി ചിലപ്പോൾ വെളുത്തുള്ളി കറി ആയിപ്പോൾ കൂടിപ്പോയാൽ എനിക്ക് ഉമ്മാരുടെ ടേസ്റ്റ് വേണമല്ലോ. ഇനി നമ്മൾ എന്തെന്ന് അറിയാമോ, ഇതിവിടെ മാറ്റി വെച്ചിട്ട് ഇതൊരു പ്ലേറ്റിലോട്ട് നമുക്ക് വൃത്തിയായിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഇത് ഈ ഒരു പ്ലേറ്റിലോട്ട് വെളുത്തുള്ളി ഒരറ്റത്തോട്ട് മാറ്റി വയ്ക്കുക. ഇത് ചെറുതായിട്ട് നമ്മൾ അല്ലേ വേണ്ട, നിങ്ങൾക്ക് സർപ്രൈസ് ആയിട്ടിരിക്കും, സസ്പെൻസ് ഇരിക്കട്ടെ. ഫുൾ ഞാൻ ഇപ്പോഴേ കുക്കിംഗ് എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് ഇന്ന് കാണുമ്പോൾ എന്തായിരുന്നു അല്ലേ. ജസ്റ്റ് ഒന്ന് നടുകുന്ന മാത്രം ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. ഫുൾ ചെറുതായിട്ട് അരിയണ്ട, അതെന്തായാലും ഉടഞ്ഞ് ആയിക്കോളും. ഇനി നമുക്ക് എന്താണെന്ന് അറിയാമോ, ഇനി നമുക്ക് സംതിങ് ഫിഷ്. വാവ്, അച്ഛാ. ഇനി നമുക്ക് എന്താണെന്ന് അറിയാമോ, ബീൻസ് ഒരു 4 മതി.
4 ഞാൻ എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഒരു ചെറുതൊരെണ്ണം എടുക്കാനാണ് പറഞ്ഞത്, പക്ഷേ ഇവിടത്തേക്ക് ഇത്രയും വലുതാണ്, ഇത്രയും വേണ്ട, നമുക്കിതിൻ്റെ പകുതി എടുക്കാം. ഓക്കെ, ഇതൊന്ന് വാഷ് ചെയ്യട്ടെ. നമുക്ക് ഇത്രയും വെച്ച് കട്ട് ചെയ്തെടുക്കാം. ക്യാരറ്റ് ഇരുന്നാലും ടേസ്റ്റ് കാണും. അപ്പം നമുക്ക് കേട്ടെ ഇത്ര എടുക്കാം. ഇതാകുമ്പോൾ നാട്ടിലൊരു ക്യാരറ്റിൻ്റെ വലിപ്പമില്ലേ, എത്ര എടുക്കാം. ഇങ്ങനെ ചീവി ചീവി കാണാമല്ലോ അല്ലേ, നമ്മളിങ്ങനെ ചീവാം, ചീവി 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 ചീവി. അപ്പോൾ സംഭവങ്ങളൊക്കെ പെട്ടെന്നാണ്. നമ്മളിത് ഇങ്ങനെയൊക്കെ അരിയാം. കാരണം ഇത് ഉടഞ്ഞു പോകുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. അതുകൊണ്ട് നമുക്ക് നല്ല മോഡിഫൈ ചെയ്ത് അരിയണ്ട. ഓക്കെ, നമുക്ക് ഇങ്ങനെയൊക്കെ വെട്ടിയിട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇത് കുറച്ച് പോകുമെന്നൊരു ഡൗട്ട്. ആ കട്ട് ചെയ്ത് വന്നപ്പോൾ നല്ല ചെറുതായിട്ടിരിക്കുന്നു. എന്താണ് ഗൈസ് നിങ്ങളുടെ അഭിപ്രായം? ഇത് നല്ല കുറഞ്ഞു പോയതുപോലെ എനിക്ക് തോന്നുന്നു ക്യാരറ്റ്. ഇത്രേ ഉള്ളൂ. നമുക്ക് എന്തെങ്കിലും അറിയാവോ, കുറച്ചും കൂടെ എടുക്കാം. ക്യാരറ്റ് ഇരിക്കട്ടെ, ടേസ്റ്റ് അല്ലേ, കുറച്ചും കൂടെ ഇരിക്കാം. എന്തായാലും കൂടിപ്പോയെന്ന് വെച്ചിട്ട് ടേസ്റ്റ് കൊള്ളില്ലാതാവത്തില്ലല്ലോ, ക്യാരറ്റ് അല്ലേ. കുറച്ചും കൂടെ ഇരിക്കട്ടെ. എനിക്ക് ക്യാരറ്റ് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണോ? എനിക്ക് ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇരിക്കട്ടെ ഇരിക്കട്ടെ. അങ്ങോട്ട് പയറില്ല, അതുകൊണ്ട് നമുക്ക് അതും കൂടെ ചേർത്ത് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. കൈ മുറിയുണ്ടോ? മുറിക്കത്തെ ഗുജറാത്തിക്കുള്ള മൂർച്ചയാണ് ഒരുമാതിരി. ഇത്ര മതി. ഇനി ഞാൻ അരിഞ്ഞരിഞ്ഞുള്ള അത്ര എടുക്കുമെന്ന് തോന്നുന്നു. ഇനി നമുക്ക് എന്താണെന്ന് അറിയാവോ, ബീൻസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതും കൂടെ ഒന്ന് നമുക്ക് ഇതിലോട്ട് ഇടാവേ. കാണാനല്ലേ. ഇനി നമുക്ക് ബീൻസ് തലയും വാലും കളഞ്ഞിട്ട് ഇതും കൂടെ ഒന്ന് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെയാണ് അരിയേണ്ടതെന്ന് അറിയത്തില്ല കേട്ടോ, അതോ ഇനി കുഞ്ഞു പീസാക്കിയാണ് അരിയേണ്ടതെന്ന് അറിയത്തില്ല. എന്തൊരു പാടാ. അരിയേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചില്ല ഗൈസ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കുറച്ചും കൂടെ ചെറുതാക്കാം. വലിയ കട്ടയായിട്ട് കിടന്നാൽ നമുക്ക് പിന്നെ ഉടഞ്ഞോളും അല്ലേ. ബീൻസും കുറവാണോ എന്നൊരു ഡൗട്ട്. 4 ബീൻസ് എടുത്ത് കുറവാണോ എന്നൊരു ഡൗട്ട് ഗൈസ്. അല്ലേ വേണ്ടല്ലേ, മതി, കൂടുതലായി പോയി. ഉമ്മ പറഞ്ഞ 4 ബീൻസ് 2-3 ബീൻസ് മതി എന്ന് പറഞ്ഞു. ഞാൻ 4 ബീൻസ് എടുത്തു, അത്ര മതി. കാരണം ഉമ്മയുടെ ടേസ്റ്റ് വേണം എത്തണേ. ഓക്കെ, ഇനി നമുക്ക് എന്താണെന്ന് അറിയാമോ, ചെറിയൊരു ഓർമ്മപ്പെശക്. ഞാൻ ഉമ്മ അയച്ചെന്ന ഓഡിയോ ഒന്ന് കേട്ട് നോക്കട്ടെ ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയാമോ, ഇത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന അരി ഒരു 3/4 ഗ്ലാസ് എടുത്തിട്ടുള്ളൂ. ഈ അരിയിലോട്ട് നമ്മൾ ഇനി ഇടാൻ പോകുന്ന സാധനങ്ങൾ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സംഭവം ഇതെല്ലാം കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കും. എന്നിട്ട് നമ്മളൊരു ചെറിയ സ്പൂണിൽ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ സ്പൂണാണ് ഇത്. എത്ര വേണോ എന്തോ, ഇടക്കട്ടെ, എത്ര ഇട്ട് കൊടുക്കും. ഇനി നമുക്ക് ഈ സംഭവം വേണം. ഇത് അത്രയും മതിയെന്ന് തോന്നുന്നു. പേടിയാവുന്നു വയസ്സ് കൂടിപ്പോയാൽ ടേസ്റ്റ് മാറുമെന്തോ. ഇതും കൂടെ ഉണ്ട്. ഇതും കൂടെ ഇട്ട് നോക്കാം അല്ലേ, ആണോ?
കിടക്കട്ടെ. ഇത് രണ്ടും സക്സസ് ആവുമല്ലോ നോക്കട്ടെ. നോക്കിയിട്ട് നിങ്ങൾ നോക്കി നോക്കിയിട്ട്, കാരണം എനിക്ക് തന്നെ ഇത് കൺഫ്യൂഷനാണ്. ഇത് കൊള്ളായി നോക്കട്ടെ. എന്തായാലും പറഞ്ഞത് വെച്ചിടാം. ഇനി നമുക്കിത് ചുക്ക് പൊടിയുണ്ട്. ഈ ചുക്ക് പൊടിയിൽ നിന്ന് ചെറിയൊരു സ്പൂണിൻ്റെ പകുതി, ഒരു 1/4 ടീസ്പൂൺ ഇടാനാണ് പറഞ്ഞത്. ചെറിയൊരു സ്പൂൺ. അപ്പോൾ ഇത്ര കുറച്ചും കൂടി എടുക്കാം അല്ലേ? കൂടി പോവോ? ഇത്ര എടുക്കാം. ഇത്ര വേണോ? കിടക്കട്ടെ. ഇത് വേണ്ട, കുറച്ച് ഇത്ര ഇട്ട് കൊടുക്കാം. എന്തിനു വേണം, കുറച്ചും കൂടെ ഒരു നുള്ളി ഞാൻ എക്സ്ട്രാ ഇട്ട് കൊടുക്കുകയാണ്. എന്തിനാകും എന്തോ നമുക്ക് നോക്കാം ഗൈസ്. ബാഗി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റിന് കിട്ടും. ഇനി നമുക്ക് കുരുമുളക് ഇട്ട് കൊടുക്കണം. കുരുമുളക്. അപ്പോൾ കുരുമുളക് ഞാൻ റൂമിൽ പോയി എടുത്തിട്ട് തരാം ഗൈസ്. അപ്പോഴത്തേ നമ്മുടെ ബ്ലാക്ക് പെപ്പർ, നമ്മുടെ കുരുമുളക് എടുത്തിട്ടുണ്ട്. കുരുമുളക് ഇത് പൊട്ടിച്ചെടുക്കണം. ഇന്നൊരു 3-4 എണ്ണം, ഒരു 4-5 എണ്ണം എടുക്കാം. ഇത്രയും ഞാൻ എടുക്കുവാണേ. അയ്യോ, അത്രയും വിട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഷേപ്പിൽ കറക്റ്റായിട്ട് ഇനി നമുക്ക് ഇതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. അപ്പോൾ ഒരു 4 ഗ്ലാസ്, 4.5 ഗ്ലാസ്, 4.25 ഗ്ലാസ് വെള്ളം ഒഴിക്കാവേ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇടണ്ടേ ഫേസ്. അപ്പോൾ ഇനി നമ്മൾ എന്താണെന്ന് പറയുക ചെയ്യുന്നത്, ഇത് നമ്മുടെ അരി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇതിലെല്ലാം സാധനങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്കിത് അരി നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ അതിൽ ഒരു 3/4 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് നമുക്കൊരു 4 ഗ്ലാസ് വെള്ളം ചേർക്കണം. 4 ഗ്ലാസ്. അപ്പം ഈ ഒരു ഗ്ലാസ്സിൽ 4 ഗ്ലാസ് വെള്ളം. ഓക്കെ, നാല് ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മൾ ഉപ്പും ചുക്കും എല്ലാം കൂടെ ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യണം. അതൊന്നുമില്ല, എൻ്റെ ഒരു സമാധാനത്തിന് മിക്സ് ചെയ്യുന്നതാണേ. മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ വീട്ട് വെച്ച് ഇട്ടൊന്ന് വാഷ് ചെയ്ത്, ചോറ് വെച്ചതാണ് ഇട്ട് വെച്ചിട്ട് എന്തും ആവശ്യം വരുമെന്ന് തോന്നുന്നു. വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സംഭവം ഇവിടെ സെറ്റായിട്ടുണ്ടേ. ഇത് നമ്മൾ വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഇതിൽ നിന്നൊരു 6-7 വിസിൽ കേൾക്കണം. 6-7 വിസിൽ കേൾക്കണം. കാരണം നന്നായിട്ട് ഉടഞ്ഞ് എങ്കിലേ ടേസ്റ്റ് കിട്ടുമെന്ന് ഉമ്മ പറഞ്ഞു. സോ നമുക്ക് അതേപോലെ തന്നെ ചെയ്യണം. ഒരു 6-7 വിസിൽ വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ നമുക്ക് വിസിൽ കേൾക്കുമ്പോൾ കേൾക്കുമ്പോൾ വരാം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും നേരം നിങ്ങൾ ഇരുന്ന് പോസ്റ്റ് അടിക്കും. അപ്പോൾ നമുക്ക് എൻ്റെ ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഇതിനകത്തൊട്ട് വെച്ചിട്ട് ഇനി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. വെച്ചിട്ട് അപ്പോൾ ഒതുക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ടെൻഷനാവും. സോ ഇതെല്ലാം നമുക്കിവിടെ എടുത്ത് കറക്റ്റായിട്ട് വയ്ക്കുക. ചുക്ക് ആവശ്യമില്ല, തീർന്നു. ഇനി നമ്മളെടുത്ത് ഇതിനകത്തോട്ട് വയ്ക്കുക. ചാത്തി ആവശ്യമില്ല, തീർന്നു. ഇതിനകത്തോട്ട് വയ്ക്കുക. ഇത് നമുക്ക് ലാസ്റ്റ് ഇതിലൊരു സാധനം ആവശ്യമില്ല. അതുകൊണ്ട് നമുക്കിത് തൽക്കാലം ഉപയോഗിക്കട്ടെ. ഓക്കെ, ഇതൊക്കെ നമുക്കിവിടെ പാത്രം കഴുകാനായിട്ടുള്ളതാണ്.
അത് തൽക്കാലം അവിടെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് കൈ എനിക്കിന്. അപ്പോൾ ഇത് ജസ്റ്റ് ആയിട്ട് വരാം കേട്ടോ. സംഭവം ഇത് തിളക്കിയിട്ട് ഒരു 6-7 വിസിൽ കേൾക്കാറുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ തേങ്ങ പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ചൂടുവെള്ളത്തിൽ കലക്കി ഒഴിക്കുമ്പോഴാണ് നമുക്ക് തേങ്ങാപ്പാൽ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ചൂടുവെള്ളത്തിൽ വെച്ചില് കുറച്ച് വെള്ളം ഇരിപ്പുണ്ട്, അത് മതി. ഇത് വെച്ചിട്ട് എന്താ വരാത്തത് ആരുതായതോ അവിടെ തൂങ്ങിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വെച്ചിട്ടുണ്ട്, ഇത് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോഴേക്കും നമുക്ക് എന്തെങ്കിലും അറിയാമോ, ഇത് തേങ്ങാപ്പാലിൽ നമുക്ക് ഒഴിച്ചു വയ്ക്കണം. അപ്പോൾ നമുക്ക് ഇതാവും തേങ്ങാ പൗഡർ ചൂടുവെള്ളത്തിൽ ഒഴിച്ചു വയ്ക്കണം. ഇത് ആ സമയം കൊണ്ട് ഇത് ഓപ്പൺ ചെയ്യാമോ, എന്ത് ഓടിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ. ഇങ്ങനെയൊക്കെ വന്നു ഗൈസ്, എനിക്കിത് കണ്ട് പരിചയമായിട്ടുണ്ട്. ഇങ്ങനെ തന്നെയാണോ വരേണ്ടതെന്നൊരു ഡൗട്ട്. കണ്ടോ, ഇങ്ങനെയൊക്കെ വന്നിരിപ്പുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്താ പറഞ്ഞാൽ നല്ല രീതിക്ക് ഉടയ്ക്കാൻ പറയും. ഇത് ചോറ് പോലെ ഇരിക്കുന്നു ഗൈസ്. അപ്പോൾ ഇത് എന്താ ചെയ്യുക, എനിക്ക് തോന്നുന്നു ഇത് ഇനിയും ഇട്ട് വേവിക്കേണ്ടി വരുമെന്ന്. ചോറ് പോലെ ആയതേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇത് ശരിയായില്ലെന്നാണ് തോന്നുന്നത്. ഇത് ശരിയല്ല ഗൈസ്. ഇനിയൊരു 10-12 വിസിൽ കേൾക്കട്ടെ. ഓക്കെ, കാരണം അത് ചോറൊട്ടും വെന്തിട്ടില്ല. വീണ്ടും കുറച്ചും കൂടെ വിസിൽ കേൾക്കട്ടെ. അപ്പോഴേക്കും നമുക്കിത് മാറ്റാം. എന്നിട്ട് പാത്രം എടുക്കാം. നമുക്കിതിലോട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ആദ്യം നമുക്ക് തേങ്ങാപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലോട്ട് മതി, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിന്ന് കുറച്ചും കൂടെ വിസിൽ കേൾക്കട്ടെ. അപ്പോൾ ഗൈസ്, ഇതിന് അത്യാവശ്യം കുറേ വിസിൽ അടിച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം അടിച്ചപ്പോഴേക്കും ഒരു 4-5 വിസിലിനൊക്കെ ശേഷം ഞാൻ കുറച്ചും കൂടെ നന്നായിട്ടൊന്ന് ഇതാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും കുറച്ച് വിസിൽ കേൾപ്പിച്ചു. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിക്ക് വിസിൽ കേട്ടിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഫുള്ള് പോയ ശേഷം ആവി പോയ ശേഷം നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ആവി പോയതിന് ശേഷം നമുക്ക് കാണാം. ആര് കാണില്ലെന്ന് വിചാരിച്ച് നോക്ക് ഗൈസ്, ഈ പന്നപ്പന്നി വന്നു. ഈ പന്നപ്പന്നി മണം പിടിച്ച് വന്നു. നോക്ക്, കണ്ടോ? അപ്പോൾ അത് എന്തെന്ന് നോക്കിയിട്ടേ ഇറങ്ങത്തുള്ളൂ. എന്തായാലും പിടിച്ച്. ഇനി നമുക്ക് ബാക്കി പരിപാടിയിലോട്ട് പോവാം. നമുക്ക് എന്തെയാണെന്ന് അറിയാവോ, മിക്സിയുടെ ജാർ നമുക്ക് വലുതേ ഉള്ളൂ. ഈ നോക്ക് ഗൈസ്, ഇവൻ പിടിച്ച് തൊള്ളപ്പാന്നി. ഇത് വെന്തില്ലേടാ? എടാ, ഇതൊക്കെ നോമ്പ് തന്നെ. ഇത് നന്നായിട്ട് ഉടയണം. ഇത് ഇടിച്ചിത്തിരി ഉടച്ചു കാണി. ഇത് ഈ ക്യാരറ്റ് ഇതെല്ലാം നല്ല ഉടഞ്ഞാണ്. എന്താ ചുമയിലിരിക്കണം. ഇത് ഫുൾ ഉടക്കി കരിയൊക്കെ കുത്തി. എടാ, ഈ അരി ഉമ്മ പറഞ്ഞ് ചമ്പാവരി അല്ലാന്നുണ്ടെങ്കിൽ പച്ചരി എടുക്കാൻ. മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്താലോ, ശരിയാവൂലേ?
അത് ശരിയാ. അത് ഇത് 7 വീട്ടിൽ കേൾക്കാൻ പറഞ്ഞു. ആ 7 കൂടുതൽ കേട്ടിട്ട് അത് ഉടയണില്ല ക്യാരറ്റ് ഒന്നും. ബിരിയാണി അല്ല, ഉമ്മ പറഞ്ഞ് പച്ചരി അല്ലാന്നുണ്ടെങ്കിൽ ചമ്പാവരി എടുക്കാൻ. കുഴപ്പമില്ല, അത് ഉടഞ്ഞ് വരുന്നുണ്ട് ഗൈസ്. അപ്പം നമുക്ക് മാറ്റി ബാക്കിയുള്ളത് എടുക്കാം. ബാക്കി എന്താണെന്ന് അറിയാമോ? നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി. ഓക്കെ, ആ ചോറ് വേണ്ട, കുക്കറിലിട്ട് ഇതെല്ലാം കൂടി ഇട്ട് സെറ്റ് ചെയ്യണമായിരുന്നു. ശരി, മഞ്ഞപ്പൊടി, ജീരകം, പിന്നെ വേറെ എന്തുവായിരുന്നു? മഞ്ഞപ്പൊടിയും ജീരകവും മസാലയും. ഓക്കെ, അതെല്ലാം ഞാൻ എടുത്തിട്ട് മിക്സിയിലാക്കി കാണിച്ചു തരാം. നമ്മളിത് അരി ഇവിടെ മാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താണെന്ന് അറിയാമോ? നമ്മളിവിടെ മഞ്ഞളും ജീരകവും ഇവിടെ അരച്ചെടുത്തതാണ്. കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഞാൻ ചേർത്താണ് അരച്ചത് കേട്ടോ. ഇനി ഇത് നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മളെല്ലാം കൂടെ നന്നായി രീതിക്ക് മിക്സ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ കഞ്ഞീൻ്റെ കളറൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കട്ടോ. ഉപ്പ് ഒട്ടുമില്ല, അതുകൊണ്ട് കുറച്ചധികം ഉപ്പ് നമുക്ക് ചേർത്തിട്ട് ചെറിയ ഹോളായതുകൊണ്ട് ഇതിൽ കൂടെ വരത്തുമില്ല. നല്ല വെളുക്കുതിന് വരുമ്പോൾ പാടാണ്. തിളച്ച ചൂടോടെ നമുക്കത് കുടിക്കാൻ പറ്റില്ല, ചെറുതായിട്ടൊന്ന് ആടണം. നമുക്കൊന്നും കൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അല്ലോ എന്തല്ല വരാത്തത് കാരണം ഇതിൽ ഹോളില്ലേടാ. നമുക്ക് എന്താണെന്ന് അറിയാമോ? കുറച്ചും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് മല്ലിയില ഇട്ട് കൊടുക്കണം. ഓക്കെ, മല്ലിയില അരിക്കട്ടെ.
ഇത് ഇത്രയും മല്ലിയിൽ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് നല്ല കുനുകുനായിട്ടായിരിക്കണം. ഫ്ലെയിം ലോ ഫ്ലെയിമിലായിട്ട് ഇട്ടിരിക്കണം, കാരണം തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഒരുപാട് അത് കിടന്ന് തിളയ്ക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. അപ്പം നമ്മളിത് നല്ല രീതിക്ക് മല്ലിയിലയും കൂടെ ഇട്ടിട്ട് നമ്മളെന്തെങ്കിലും അറിയാവോ, മൊത്തത്തിൽ ഇങ്ങനെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലായിടത്തും മല്ലിയിലാണ്. അങ്ങനത്തെ രീതിയിൽ നമ്മളൊന്ന് വഴറ്റിയെടുക്കുക. ഗൈസ്, നമ്മൾ കഞ്ഞി ഇവിടെ നല്ല അടിപൊളി സെറ്റ് സാധനമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറണം, കാരണം തിളച്ച ചൂടോടെ കുടിക്കുമ്പോൾ നമുക്കൊരു ഫീൽ. ഗൈസ്, ഇനി നമ്മുടെ പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ കഞ്ഞി ഗ്ലാസ്സിലോട്ട് മാറ്റുക എന്നുള്ള ചടങ്ങാണ്. ബൗളിൻ്റെ ക്ഷാമം കൊണ്ടാണ് നമ്മൾ ഗ്ലാസ് എടുത്തിരിക്കുന്നത് കേട്ടോ. തെറ്റല്ലേ? ഉമ്മ ഉണ്ടാക്കിയത് പോലെ ആയി. അടിപൊളി. പിന്നല്ല ചെയ്യാ, നമ്മളിപ്പോ ചെഫല്ലേ ഇവിടുത്തെ. സെറ്റ് സാധനം വയസ്സ് കുറച്ചൊന്ന് ലൂസ് ആയിരുന്നെങ്കിൽ വേറെ ലെവൽ ഹെവി ആയിരുന്നു. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചാൽ മതി. പക്ഷെ ടേസ്റ്റ് കൂടാ ചെറുതായിട്ട്. കുറച്ച് ഒഴിച്ചാൽ മതിയോ അല്ലേ? സെറ്റായി. നമ്മൾ വിജയിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ടാറ്റ ബൈ ബൈ.